രണ്ട് രീതിയിൽ പിന്നെ ഈ ഒരു മിത്ത് ബിസിനസ്സുകളെ അഫക്റ്റ് ചെയ്യും. ഒന്ന്, കഴിവില്ലാത്ത ഒരാൾ ആ പോസ്റ്റിലേക്ക് വരിക എന്നുള്ളത്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഓബിയസ്. അപ്പോൾ കഴിവില്ലാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ചില കേസിൽ താല്പര്യമില്ലാത്ത ഒരാളെ കൊടുക്കുന്ന കേസും വരും. മകനിക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു സംതിങ്. പക്ഷേ അണ്ടർ സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, ഹീ ഈസ് ഗോയിങ് ടു ഹെഡ് ഇറ്റ്. ആ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉണ്ടാവും. കാരണം അവൻ്റെ പ്രയോറിറ്റിയിൽ ആ സാധനം ഉണ്ടാവില്ല, അവൻ്റെ പാഷനല്ല, ആൻഡ് ഹി ഡസൻറ്റ് നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതതിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ ശരിക്കും അവിടെയൊക്കെയാണ് ഈ ഫാമിലി മെമ്പേഴ്സ്, ഫൗണ്ടർ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പല വേഷം കെട്ടിയിട്ടുണ്ടാവും. അയാൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ സെൽഫ് എംപ്ലോയിഡ് ആവാം, പിന്നെ അയാൾ ഒരു മാനേജറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, ഡയറക്ടറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, പിന്നെ അയാൾ ഓണറിൻ്റെ റോളിലേക്കൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഈ സെക്കൻഡ് ജനറേഷന് ആ ജേണി കൂടി പോകണം നിർബന്ധമില്ല. ദേ ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ഡയറക്ടർ റോൾ ഓർ ദി ഓണേഴ്സ് റോൾ. ഒരു ഫാമിലി ബിസിനസ്സിൽ ഫൗണ്ടർ ചെയ്യേണ്ട ഒരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഓണേഴ്സ് ആവാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് ബിസിനസ് ഫ്രം എ ബാഡ് ബിസിനസ്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് സ്ട്രാറ്റജി ഫ്രം എ ബാഡ് സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് CEO പുറത്തുള്ള ആളെ കൊടുന്ന് വെച്ചാലും, ഏത് ബോർഡ് ഓഫ് ഡയറക്ടർ പുറത്തുള്ള ആളെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാലും ഇവർ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോളജ് അവർക്കുണ്ടായാൽ മതി. ആൻഡ് ദെൻ ദേ ക്യാൻ ഗോ ഇൻ ദെയർ സ്ട്രീംസ്.